ഹായ് മകൾസ്, വെൽക്കം ബാക്ക്. എൻ്റെ ബാക്കിൽ കാണുന്ന പോലൊരു ചോദ്യം നിങ്ങളുടെ വരാൻ പോകുന്ന 8ാം ക്ലാസ്സിൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് മാർച്ചിൽ എക്സാമിന് എന്തായാലും ചോദിക്കും. എന്താ മാഷ് അത്ര ഉറപ്പ്? ഇത് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ഇതെന്താ ഈയിടെ ചോദിക്കുന്ന ചോദ്യമായിരിക്കും. അഥവാ ഒരു ജീവിബന്ധം, ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസിൽ നമ്മുടെ പരിസ്ഥിതി നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഫോട്ടോ കൊടുത്തിട്ട് ഇത് എന്താണെന്ന് കണ്ടെത്തുക, അതിൻ്റെ പ്രത്യേകത എഴുതുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഇവൻ ചോദിക്കാൻ സാധ്യതയുള്ള ബാക്കി ആളെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. റെഡി അല്ലേടാ? 2 മാർക്ക് ഷുവറാണ് കേട്ടോ, അല്ലെങ്കിൽ 3 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഭാഗം. മക്കളെ നോക്കിക്കേടാ. വിച്ച് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ഡസ് ദ പിക്ചർ ഇൻഡിക്കേറ്റ്? ചിത്രം സൂചിപ്പിക്കുന്ന ജീവിബന്ധം ഏതാണ്? മക്കളെ, ഒരു തേനീച്ച വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പൂവിൽ നിന്നും തേൻ കുടിക്കുന്നു അല്ലേ? ഇതാണ് കൊടുത്ത ചിത്രം. ഈ ചിത്രം സൂചിപ്പിക്കുന്ന ജീവിബന്ധം എന്താടാ? മ്യൂച്വലിസം ആണ് അല്ലേ മക്കളെ? ഇതെന്താണ്? മ്യൂച്വലിസമാണ്. അല്ല മാഷേ, മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 2 പേർക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ജീവിബന്ധമാണ് മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേടാ? ഈ തേനീച്ചക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൂവിൽ നിന്നും തേൻ കിട്ടുന്നുണ്ട്. ഈ പൂവിന് എന്താ മെച്ചടാ? ഈ പൂവിന് എന്ത് ചെയ്യും? തൊട്ടടുത്ത പൂവിലോട്ട് ഈ തേനീച്ച പറന്നു പോകുമ്പോൾ ഇവിടെ നിന്നും അതിൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള, അതിന് ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ പൂമ്പൊടി എന്ത് ചെയ്യും? തൊട്ടപ്പുറത്ത് പൂവിൽ കൊണ്ട് നിക്ഷേപിക്കാനും അവിടെ പരാഗണം നടക്കാനും സാധ്യതയുണ്ട്. 2 പേർക്കും എന്താ ബെനഫിറ്റാ? മ്യൂച്വലിസം. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ടിനൊക്കെ നോക്കൂലേ, എൻ്റെയും അവൻ്റെയും 2 പേരുടെയും ഫ്രണ്ടിലെ മ്യൂച്വൽ ഫ്രണ്ട്. ഇങ്ങനെ 2 പേർക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ അതെന്താ? മ്യൂച്വലിസമാണ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ബയോളജിക്കൽ റിലേഷൻഷിപ്പ്? ഈ ചിത്രം സൂചിപ്പിച്ച ജീവിബന്ധത്തിൻ്റെ പ്രത്യേകത, സവിശേഷത എന്താകുന്നു? മക്കളെ, ഇതിന് സവിശേഷത എന്താടാ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും എന്താണ്? ഗുണകരം മാത്രമാണ്. ബെനഫിഷ്യൽ ടു ബോത്ത്. സെറ്റ് അല്ലേടാ? ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ബാക്കി ഒരു 3 ആളുകളും കൂടിയുണ്ട്. അത് ഒന്നാമത്തെ ആളാണ് ആര്? നമ്മുടെ പാരസൈറ്റിസം, പരാദജീവനം അല്ലേ? നമ്മുടെ നായയുടെ ശരീരത്തിൽ ചെള്ള് ജീവിക്കുന്നത് എന്താണ്? അതിനെ ഓസി ജീവിക്കുകയാണ് അല്ലേ? മനുഷ്യന്മാരെ തലയിൽ പേന് ജീവിക്കുന്നില്ലേ? മനുഷ്യന്മാരെ ഓസി ജീവിക്കുകയാണ്. ഇങ്ങനത്താണ് എന്ത്? പരാദജീവനം. ഒരാൾക്ക് ഗുണകരമാണ്, മറ്റേ ആൾക്ക് ഭയങ്കര ദോഷമാണ്. പക്ഷെ ഒരു പോയിന്റ് ഉള്ളത്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരാൾ മറ്റേ ആളെ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണമാക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനത്താണ് പരാദജീവനം, പാരസൈറ്റിസം. തൊട്ടപ്പുറത്ത് കാണാൻ മക്കളെ എന്ത്? നമ്മുടെ പ്രിഡേഷൻ, ഇരപിടുത്തം. ഇതും ഒരാൾക്ക് നല്ല ഗുണകരമാണല്ലേ? ഇര കിട്ടിയ ആൾക്ക് ടോപ്പ്, കുറേ ഭക്ഷണം കിട്ടും. മറ്റാൾക്ക് ജീവൻ തന്നെ പോകും. ഒരാൾക്ക് ഗുണകരമാണ്, മറ്റേ ആൾക്ക് ദോഷകരമാണ്. ഇതിൽ ഒരാൾ മറ്റേ ആൾ എന്ത് ചെയ്യുന്നുണ്ടാ? ഭക്ഷണമാക്കുന്നുണ്ട്, കൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. മാറ്റം മനസ്സിലാക്കണം. പരാദജീവനവും പ്രിഡേഷൻ തമ്മിലുള്ള മാറ്റം. റെഡി? 3ാമത്തെ ഭാഗം എന്താടാ? കൊമൻസാലിസം ആണല്ലേ? കൊമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താടാ? തുടക്കത്തിൽ അല്ലെങ്കിൽ മക്കളെ നോക്കടാ, ഒന്നിന് ഗുണകരം മറ്റൊന്നിന് ഗുണകരമോ ദോഷമോ ഒന്നുമില്ല. ഒരാൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ് നമ്മുടെ മരവായ, അതുപോലെ തന്നെ നമ്മുടെ മരം അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ മരം, മാവ് മരവായ സാധാരണ പറയാറില്ലേ? അതിന് ശരീരത്തോടെ അങ്ങനെ പറ്റിപ്പിടിച്ചിങ്ങനെ കയറിപ്പോയി. ഇതുകൊണ്ട് മാവിന് ഒരു ഗുണകരവും ഇല്ല, നഷ്ടം ഒന്നും വരാനില്ല. എന്നാലോ ആ വാണ്ടക്ക് അല്ലെങ്കിൽ മരവായ്ക്ക് വളർന്നു പോകാനൊരു എന്ത് കിട്ടി? റൂട്ട് കിട്ടി, വളരാനൊരു മാധ്യമം കിട്ടി. റെഡി അല്ലേടാ? അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞ മ്യൂച്വലിസം നമ്മൾ അവസാനമായിട്ട് നോക്കേണ്ടത് കോമ്പറ്റീഷൻ, മത്സരം. തുടക്കത്തിൽ 2 പേർക്ക് നഷ്ടമായിരിക്കും അല്ലേ? പിന്നീട് ആരാണോ കൂടുതൽ വളരുന്നത് അല്ലെങ്കിൽ വിജയിക്കുന്നത് ആരാണോ അവർക്കാണ് പിന്നീട് അതിൻ്റെ ബെനഫിഷ്യൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണകരം മൊത്തം ലഭിക്കുക. റെഡിയല്ലേ? തുടക്കത്തിൽ 2നും ദോഷകരമാണ്, പിന്നീട് വിജയിക്കുന്നവരാരാണോ അവർക്ക് ഗുണം ലഭിക്കുന്നു അല്ലേ? എക്സാമ്പിൾ നോക്കിക്കേടാ, വിളകൾ, കളകൾ. റെഡിയല്ലേടാ? അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എല്ലാ ചോദ്യപേപ്പറിലും സാധാരണ കണ്ടുവരുന്നതാണ്. എന്തായാലും പഠിക്കുക. ആൻഡ് നിങ്ങളുടെ ബയോളജിയുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ പേപ്പർ കിട്ടിയിട്ട് എങ്ങനെയുണ്ട് മാർക്ക് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഏകദേശം അല്ലേ 20ൽ 15 മുകളിലുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക, 10നും 15നും ഇടയിലാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ 10ന് താഴെയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾ ഉഷാറായിട്ട് പഠിക്കുക. എന്തിനും എജുബോട്ട് കൂടെയുണ്ട്. സോ see you next video. Bye bye.